ബാല്യകാലം ഇനി എന്നെ സംബന്ധിച്ച് വിഷുവിനെ കഴിഞ്ഞ് ഞാൻ ഒത്തിരി മുത്തതാണ്. പക്ഷേ ശിവൻ എന്ന് പറയുന്ന ആളുടെ അവസ്ഥ വിശേഷം, അദ്ദേഹം മൂപ്പര് സ്വർണ്ണപ്പണിക്കാരനാണ്, എനിക്കൊക്കെ മാല ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. ഈ ശിവൻ കല്യാണം കഴിക്കുന്ന ഒരു കണ്ടീഷൻ ഒരു പെണ്ണിനെ പ്രേമിക്കുകയാണ്. ആ പെണ്ണിനെ പ്രേമിക്കുന്നതോടുകൂടിയാണ് കഥ ആകെ തകിടം മറിയുകയാണ്. വളരെ നിർത്തണം അല്ല, 1.5 ഏക്കർ സ്ഥലമുള്ള വീട്ടിലെ ആളാണ് ശിവൻ. അപ്പന് സ്വർണ്ണപ്പടി, ശിവന് സ്വർണ്ണപ്പടി, ഇങ്ങനെ പോവുകയാണ്. വളരെ യഥാർത്ഥമായിട്ടുള്ള കഥയാണ് പറയുന്നത്, യാതൊരു മായവും ഇല്ല. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ ശിവൻ ഈ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ തയ്യാറായി. ഒരു ടീച്ചർ, വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ടീച്ചർ, മൂപ്പര് വിഭാഗത്തിൽപ്പെട്ട അല്ല, വേറെ ജാതിയിൽപ്പെട്ട, ജാതി ഏതാണെന്ന് പോലും നമ്മൾ ചോദിച്ചിട്ടില്ല, അറിയില്ല. എന്തായാലും ആ സ്വജാതിയിലല്ലാത്തതുകൊണ്ട് ആ വിവാഹം നടക്കുകയാണെങ്കിൽ, ഈ വീട്ടിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ ഞാൻ കെട്ടി തൂങ്ങി ചാവുമെന്നായി പെങ്ങൾ, സ്വന്തം പെങ്ങൾ പറയും. അങ്ങനെ ശിവൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. പെങ്ങൾ തൂങ്ങി മരിക്കുകയാണ് അവരുടെ വീട്ടിൽ തന്നെ. ആ വിവാഹത്തിൽ പങ്കെടുക്കേണ്ട എല്ലാവരും തമ്പിച്ചു പോവുകയാണ്. ഭയമില്ലാത്തൊരു അവസ്ഥ, ഒരു വീട്ടിലും ഉണ്ടാകാത്ത ഒരു അവസ്ഥയല്ല നോക്കിക്കുക, ഭയങ്കരമായ അവസ്ഥ. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അന്ന് അതിൻ്റെ ദിവസം അതിൻ്റെ അടുത്ത കാര്യങ്ങൾ ചടങ്ങുകളെല്ലാം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് അറ്റാക്ക് മരിക്കുന്നു. 2 മരണം. ശിവൻ ഭാര്യയെ കൂട്ടി വെളിയിലേക്ക് പോകണം പറഞ്ഞു. അങ്ങനെ ഒരു തുണിക്ക് മറുതുണിയില്ലാതെ ശിവൻ യാത്രയാവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഫോട്ടോ വന്നു. അവരാരും സമ്മതിക്കും, പെണ്ണന്മാരും അനിയനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ശിവൻ ഈ ഭാര്യയും കൂട്ടി പോയ വീടാണ്. ഞാൻ പറഞ്ഞു, ഒരു വാടകയ്ക്കെടുത്ത ഒരു ഇതാണ്. അത് 25,000 രൂപ കൊടുത്ത് അന്നത്തെ സമയത്ത് മേടിക്കുകയാണ് ആ മുറി വാടക. ആ മുറി 8 മുറി, അതിനകത്താണ് ഒരു മുറിയിൽ ഒരു ഇതിൽ കക്കൂസ്, ഒരു ഇതിനകത്ത് അടുക്കള. എൻ്റെ ശിവന് 2 പിള്ളേരും കൈ. ആ 2 പിള്ളേരെ പ്രതി ശിവൻ വളർന്നു വരികയാണ്. ഈ സമയത്താണ് ജപ്തി ഇതെല്ലാം വരുന്നത്. ആ ജപ്തി സമയത്ത് ആരും സഹായിക്കാനില്ല. ഈ ഈ ഈ കെട്ടിടമാണ് ജപ്തിയായിട്ട് പോകുന്നത്. അപ്പം ശിവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ആരും സഹായിക്കാനില്ല, സഹായിക്കാമോ ചോദിച്ചു. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ആ 50,000 രൂപ കടം മേടിച്ച് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. പൈസ പിന്നെ ആയാലും കിട്ടും, പക്ഷേ അവൻ്റെ അടുത്ത് നിന്ന് തൽക്കാലം പൈസ ഒന്നും കിട്ടാൻ ഒരു രക്ഷയില്ല. കാരണം അത്ര നിർത്തിയില്ല. ഞാൻ 50,000 രൂപ മേടിച്ചു കൊടുത്തു. അദ്ദേഹം വേറെ സന്തോഷിച്ച് ആ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ നന്ദിയൊക്കെ പറഞ്ഞ്. അത് 15 വർഷം മുമ്പാണ്. ആ അന്ന് മേടിച്ച പൈസക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്, ഒരു ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസ തന്നിട്ട് പിന്നെ വന്നിട്ട് 2015 ലാസ്റ്റ് എനിക്ക് പൈസ പിന്നെ തന്നിട്ടേ ഇല്ല. പിന്നെ കാണുമ്പോൾ ഇവന് ഭയങ്കര ദുഃഖത്തോട് മാറിയിരിക്കും. അവൻ വളരെ, ഞാൻ പറയാൻ നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നാലും എന്നെ അവിടെ കിട്ടിയാണ് നമുക്ക് പ്രയാസം. പക്ഷേ നമുക്ക് എന്നോടെയും പൈസ ചോദിച്ചു എന്തിനാണ് വിഷമിക്കണേ എന്ന് ഞാൻ അവനോട് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടാ പറയും. അപ്പോൾ ഇനി മുപ്പുരപ്പണിയൊക്കെ നിർത്തിയിട്ട് പിന്നെ ആശാരിപ്പണിയിലേക്ക് ഇറങ്ങി. അപ്പോൾ 1,000 രൂപ വെച്ച് കിട്ടും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ഭാര്യ അസുഖമായിട്ട് ആശുപത്രി കിടക്കുന്നു, എവിടെ ആശുപത്രി കൊടുത്താൽ. അപ്പോൾ ഞാൻ കാണാനായിട്ട് ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ ഉൾപ്പെട്ടിട്ടില്ല. ഈ ദേവനാഥിൻ്റെ പേവാടിലാണ് മുറിയെടുത്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജനറൽ വാർഡിൽ കണ്ട വലിയൊരു കാണുമല്ലോ, അറിയില്ലോ, രോഗത്തിൻ്റെ കാര്യം അറിയില്ലോ എന്ന് പറഞ്ഞ് ജനറൽ വാർഡിൽ നിന്ന് നിൽക്കാതെ പേവാടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പേവാടി
അതിനൊത്തിരി പൈസ ആവില്ല. അതിന് മാത്രമല്ല, പൈസ മാത്രമല്ല, എന്നെ ചികിത്സിക്കുന്നതിന് ഒത്തിരി പൈസ ആവും. നിങ്ങൾ ജനറൽ പോകാൻ പറഞ്ഞ് ഞാൻ അന്ന് തന്നെ അവരോട് പറഞ്ഞ് ജനറൽ മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ശിവനോട് പറഞ്ഞു, ഇപ്പോൾ ചായ കുടിക്കാൻ പോകാം, വരാം എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ചായ കുടിക്കാൻ പോകുന്നു. പുള്ളിക്കാരനെ ഞാൻ ഊണ് മേടിച്ച് കൊടുക്കണം. ഊണ് മേടിച്ച് ഒരു പ്ലേറ്റ് ചോറ്, വീണ്ടും ഒരു പ്ലേറ്റ് ചോറ് വിട്ട് അതിനത്ര പറ്റില്ല. അങ്ങനെ വളരെ ദുരിതപ്പെട്ട് ജീവിക്കുന്ന ഒരു ശിവനെയാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. ശിവന്റെ ഭാര്യയ്ക്ക് 2 അസുഖങ്ങൾ ഒരേ സമയം, ക്യാൻസർ, ലിവറിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ വളരെ പക്ഷെ ശിവനൊരു ഭാഗ്യം വന്നതെന്ന് വെച്ചാൽ ശിവന്റെ മക്കൾ നല്ല പഠിപ്പിക്കാരായിരുന്നു. ശിവന്റെ മക്കൾ 2 പേരും പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സൊക്കെ പഠിച്ച് പാസ്സായെല്ലാം കഴിഞ്ഞ് ശിവന്റെ മൊത്തം KBBS പോയി. ആ KBBS വന്നത് കഴിഞ്ഞ് MD ഒക്കെ ആവാനായിട്ട് പറയുന്നു. 2ാമത്തെ KBBS പോയി. ഇപ്പോൾ MBBS 3ാം വർഷം കിട്ടുകയാണ്. 2ാമത് ഇപ്പോൾ സർക്കാരിൽ നിന്ന് 3 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 3 സെൻറ്റ് സ്ഥലം മേടിച്ച് അതിനകത്ത് ചെറിയൊരു വീട് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം വീട്ടിലാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ ഒറ്റമുറി ഉള്ള വീട്ടിൽ കിടന്നുകൊണ്ടാണ് ഇത്രയും എല്ലാം കാര്യങ്ങൾ ശിവൻ ചെയ്തു വന്നത്. എന്നെ ഇത് ചെയ്യുന്നത് ശിവൻ്റെ അമ്മ, പ്രായമുള്ള അമ്മ. ആ അമ്മയെ ഇവർക്ക് നോക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറക്കില്ല. കാരണം അരിയും കിഴങ്ങും ഒക്കെ ആയിട്ട് കിട്ടി. ഇവന് 10 സെൻറ്റ് സ്ഥലം കൊണ്ട് കൊടുത്തു. അന്നത്തെ സമയത്ത് 25,000 രൂപ ഗ്യാസ് പൈസ കൊണ്ടാണ് വീട് മേടിച്ചത്. ഒറ്റമുറി ഇത് മേടിച്ചത്. ആ ശിവനെയാണ് ഇപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചത്. ഈ ശിവന്റെ അമ്മ അനാഥമന്ദിരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അനാഥമന്ദിരത്തിൽ കാണാൻ പോയി. അനാഥമന്ദിരത്തിൽ കാണാൻ പോയപ്പോൾ അനാഥമന്ദിരത്തിൽ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിപ്പം എല്ലാവരും വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. തീരെ വയ്യ. അപ്പോൾ അവിടെ മറ്റൊരു അമ്മച്ചീനെ നമുക്ക് ആക്കിയിട്ടുണ്ട്. അനാഥമന്ദിരത്തിൽ വേറെ ആൾ അത് വഴക്കൂടി ഉണ്ടാക്കിയേക്കണം. ആ വഴക്കൂടി ഉണ്ടാക്കിയേക്കുന്ന ആ അമ്മച്ചിയോട് ഒരു കഥ, എന്നോട് ഒരു കഥ പറഞ്ഞു. ആ കഥയാണ് 2ാം ഭാഗമായിട്ട് വരുന്നത്. ആ അമ്മച്ചി പറയാം, അമ്മച്ചിനെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു അവിടെ അനാഥമന്ദിരത്തിലാക്കുക. മകനും ഭാര്യയും ആ മകനും ഭാര്യയും അവിടെ കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ പഞ്ചായത്തിൽ നിന്ന് കരം കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മക്കൾ അറിയുന്നത് ഈ അമ്മച്ചിക്ക് വേറെ കെട്ടിടമുള്ളത്. അതുവരെ അറിയില്ല. അപ്പോൾ അമ്മച്ചിനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ മക്കൾ വരിക. അങ്ങനെ പോലീസും കേസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ അനാഥമന്ദിരത്തിലേക്ക് കടന്നു വരുന്നത്. അവിടുന്ന് ആ അമ്മച്ചിനെ കൊണ്ടുപോകാനായിട്ട് അവർ വരികയാണ്. അവരെ കൊണ്ടുവരാൻ അമ്മച്ചി പോകുന്നില്ല, തിരിച്ചു പോകുന്നില്ല അവരോട്. അപ്പോൾ അമ്മച്ചിയോട് ആ ഒരു കൊച്ചു പറയുകയാണ്. അമ്മച്ചിയുടെ കൂടെ അവരുടെ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ അവരുടെ മകൻ്റെ ഒരു കൊച്ചു വരുന്നു. ആ കൊച്ചു പറയുകയാണ്, അമ്മച്ചിയുടെ പേരിൽ ഒരു കെട്ടിടമുണ്ടല്ലോ, അതിൻ്റെ കരം വെക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചിക്ക് കാര്യം മനസ്സിലായി. ഇവർ ആ സ്വത്തിന് വേണ്ടിയാണ് വീണ്ടും അമ്മച്ചിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അമ്മച്ചി പോകുന്നില്ല. അപ്പോഴത്തേക്ക് വേറൊരു ഭാര്യ ഭർത്താവെന്ന് പറയുന്നു. ഇവരെ കൊണ്ടുപോകാനായിട്ട് അമ്മച്ചിനെ കൊണ്ടുപോകാനായിട്ട് അവരുടെയും കൂടെ പോകുന്നില്ല. അപ്പോൾ അവിടെ സ്നേഹിക്കുന്ന, അവിടെ നോക്കുന്ന ഒരു പെണ്ണുണ്ട്, 30-35 വയസ്സ്, ഒരു ഡൈവേഴ്സായി വന്നു നിൽക്കുന്ന, ഭർത്താവായിട്ട് അടിച്ച് കുടിച്ച് ഭയങ്കര ബഹളമായിട്ട്. അപ്പോൾ ആ കൊച്ചാണ് ഈ അമ്മച്ചിനെ നോക്കുന്നത്. ആ അമ്മച്ചിനെ നോക്കുമ്പോൾ ഈ അമ്മച്ചി അവർക്ക് ഈ സ്വത്ത് എഴുതി കൊടുക്കുകയാണ്. നിങ്ങളെ ജീവിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് അമ്മച്ചി അവരുടെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതം ആയിട്ട് അമ്മച്ചി പറ്റുന്നില്ല. അമ്മച്ചി പ്രായമുള്ളവരുടെ കൂടെ ജീവിക്കില്ല. അമ്മച്ചിക്ക് സന്തോഷം കിട്ടും. അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ സന്തോഷപ്പെട്ടു, നിങ്ങൾ ഇടയ്ക്ക് വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അമ്മച്ചി തിരിച്ചെത്തി അനാഥമന്ദിരത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെയാണ് കഥ. ബാക്കി അടുത്ത ലൊക്കേഷനിലാണ് ബാക്കിയുള്ള ചിത്രീകരണം നടക്കുന്നത്. ഓക്കെ.